ആദ്യം ഈ വാസ്പിനെ കണ്ടപ്പോൾ ഒരു അമേരിക്കൻ നേറ്റീവ് ആയിട്ടുള്ള ടാക്കിപോംപിലസ് ഫെറിഗേനസ് എന്ന് പറഞ്ഞ ഒരു സ്പൈഡർ വാസ്പിൻ്റെ വെറൈറ്റി ആയിട്ടാണ് തോന്നിയത്. ഏഷ്യൻ റീജിയൻസിൽ പൊതുവേ ഇതിനെ കാണാറില്ലാത്തതുകൊണ്ട് തന്നെ അത്ര ഉറപ്പുണ്ടായില്ല. പക്ഷെ എന്നിരുന്നാലും ഇതിൻ്റെ ഒരു ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ള ടാക്കിപോംപിലസ് അനാലിസ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ഏഷ്യയിലും ഇന്ത്യയിലും കണ്ടുവരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് കേരളത്തിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് 2024 പേരിട്ട ഡിഗർ വാസ്പിനെ കുറിച്ച് അറിഞ്ഞത്. യൂഷ്വലി ഇത് മലബാർ റീജിയൻസിൽ കണ്ടുവരുന്നതാണ്. ഡോക്ടർ കലേഷ്യസ്, തിരുവനന്തപുരത്തുള്ള ഡോക്ടർ കലേഷ്യസ് 2024 ഈ മൈക്കോഫസ് കലേഷി എന്ന് പറഞ്ഞ ഈ വാസ്പിന് പേരിട്ടത്. അപ്പോൾ ഇത് ക്രാബ്രണിഡേ ഫാമിലിയിൽപ്പെട്ട മിസ്കോഫസ് ജനസിലുള്ള ഒരു വാസ്പാണ്. മലയാളത്തിൽ ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള പേരൊന്നുമില്ല. കുഴിയുണ്ടാക്കുന്ന തേനീച്ച എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് പെസ്റ്റ് കൺട്രോൾ തന്നെയാണ് മെയിനായിട്ടും. അതായത് ഇത് ഗ്രാസ് ഹോപ്പേഴ്സ്, ക്രിക്കറ്റ്സ്, പിന്നെ ബീറ്റിൽസ്, പിന്നെ കാറ്റർപില്ലേഴ്സ് ഇതിനെയൊക്കെയാണ് ഹണ്ട് ചെയ്യുന്നത് മെയിനായിട്ടും. പിന്നെ ചില ചിലന്തികളെയും ഇത് ഹണ്ട് ചെയ്യാറുണ്ട്. പിന്നെ നല്ല ഹെൽത്തി എക്കോസിസ്റ്റം ഉള്ളിടത്താണ് ഇത് കൂടുതൽ കണ്ടുവരാറ്. പിന്നെ സോയിൽ എയറേഷന് നല്ലൊരു ഇൻസെക്റ്റാണ്. കാരണം ഇതിൻ്റെ ഒരു പേര് തന്നെ ഡിഗർ വാസ്പ് എന്നാണ്. അപ്പോൾ ഈ മണ്ണിൽ കുഴി ഉണ്ടാക്കിയാണ് ഇത് വീടുണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സോയിൽ എയറേഷന് നല്ലതാണ്. അത് പ്ലാന്റ് ഗ്രോത്ത് ഒക്കെ പ്രൊമോട്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ അഡൽട്സ് ഈ പറഞ്ഞ ഇൻസെക്ട്സ് അല്ലാതെ നെക്ടേഴ്സും ഫീഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ പോളിനേഷനും ഉപകരിക്കും. ഇതിൻ്റെ ഒരു IUCN സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ ഇത് ലീസ്റ്റ് കൺസേണിൽ പെടുന്നതാണ്. ഓൾമോസ്റ്റ് ഒരുവിധമുള്ള എല്ലാ ഡിഗർ വാസ്പും ലീസ്റ്റ് കൺസേണിൽ പെടുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിനോട് കാണാൻ വളരെ സിമിലാരിറ്റിയുള്ള സ്പൈഡർ വാസ്പ് അമേരിക്കൻ നേറ്റീവ് ആണെങ്കിലും ഇത് സൗത്തേൺ ഇന്ത്യ നേറ്റീവാണ്. ഇത് കൂടുതലായും കണ്ടുവരുന്നത് വെസ്റ്റേൺ ഗാർഡ്സിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഡിഗർ വാസ്പ് ആണെന്ന് നമ്മൾ കൺഫേം ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് സാൻഡി ആൻഡ് ലോമി സോയിൽസ് ഉള്ള ഏരിയാസിലാണ്. അതിന് കുഴിക്കാനായിട്ട് എളുപ്പമുള്ള ഒരു സോയിൽ ആയതുകൊണ്ടാണ് അത് അവിടെ കണ്ടുവരുന്നത്. പിന്നെ ഇത് ഒരുപാട് ഇൻസെക്ട്സ് ഉള്ള ഏരിയാസിലും ലൈക്ക് മെഡോസ്, മാംഗ്രോവ്സ്, അഗ്രികൾച്ചർ ഫീൽഡ്സിലൊക്കെ തന്നെ ഇത് ഇഷ്ടംമാതിരി കാണുന്ന ഒരു വാസ്പാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇതിൻ്റെ അഡൽട്സ് കൂടുതലായിട്ടും തേനാണ് അതിൻ്റെ ഭക്ഷണം. പക്ഷേ ലാർവേസ് ഈ പറഞ്ഞ ഗ്രാസ് ഹോപ്പേഴ്സ്, ക്രിക്കറ്റ്സ്, ബീറ്റിൽ ലാർവേൽസ്, പിന്നെ സ്പൈഡേഴ്സ് ഇതിനെയൊക്കെ ഭക്ഷണമാക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബറോസ് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. ഇത് കുഴി ഉണ്ടാക്കുന്നത് അത്യാവശ്യം ഒരു 30 സെൻറ്റിമീറ്റർ ഡീപ്പിലാണ്. വിത്ത് മൾട്ടിപ്പിൾ ചേമ്പേഴ്സൊക്കെ അതിൻ്റെ അകത്തുണ്ടാവും. പിന്നെ ഇത് യൂഷ്വലി സോളിറ്ററി വാസ്പിൻ്റെ ഗണത്തിൽപ്പെടുന്ന ഒരു വാസ്പ് തന്നെയാണിത്. കൂടുതലായിട്ടും ആക്റ്റീവായിട്ട് കാണപ്പെടുന്നത് വാം ഡേ ലൈറ്റ് അവേഴ്സിലാണ് കൂടുതലായിട്ട് ഇത് ആക്റ്റീവായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിളിൽ 4 സ്റ്റേജസ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് എഗ് സ്റ്റേജ്, പിന്നെ ലാർവ, പിന്നെ പ്യൂപ്പ, പിന്നെ അഡൽട്ട് സ്റ്റേജ്. ഇത് മുട്ടകൾ ഇടുന്നത് നമ്മുടെ ബോറോവിലുള്ള ചേമ്പേഴ്സിൽ പാരലൈസ്ഡ് ആയിട്ടുള്ള പ്രേയുടെ മുകളിലാണ് ഇത് മുട്ടകൾ ഇടുന്നത്. ഈ മുട്ടകൾ 1 to 2 ആഴ്ചകൾ കൊണ്ടാണ് വിരിയുന്നത്. അത് കഴിഞ്ഞ് വരുന്നതാണ് ലാവ സ്റ്റേജ്. ആ ലാവ സ്റ്റേജ് 3 to 4 ആഴ്ച വരെയും എടുക്കും. അപ്പോൾ ആ ലാവ സ്റ്റേജിൽ ഇത് കൂടുതലായിട്ടും ഫീഡ് ചെയ്യുന്നത് മറ്റേ പ്രേ ചെയ്താണ് ഫീഡ് ചെയ്യുന്നത്. പിന്നെയുള്ളത് പ്യൂപ്പ സ്റ്റേജ് ആണ്. അതൊരു 2 to 3 ആഴ്ച വരെയാണ് പ്യൂപ്പ സ്റ്റേജിൽ വരുന്നത്. പ്യൂപ്പ സ്റ്റേജിൽ അത് കൂടുതൽ സമയം കൊക്കൂണിലായിരിക്കും. പിന്നെയുള്ളത് അഡൽട്ട് സ്റ്റേജ് ആണ്. അഡൽട്ട് സ്റ്റേജ് 4 to 6 ആഴ്ച വരെയാണ് ഇതിൻ്റെ ഒരു ലൈഫ് വരുന്നത്. അന്നേരം ഇത് മെയ്റ്റ് ചെയ്യുകയും പുതിയ നെസ്റ്റുകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. ഇതിൻ്റെ ഒരു എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോപ്പ് പെസ്റ്റുകളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് ഫാമേഴ്സിൻ്റെ ഒരു ഫ്രണ്ടായിട്ട് തന്നെ ഇതിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഹണ്ടിങ് സ്ട്രാറ്റജി ഇതിൻ്റെ അകത്തുള്ള വെനം തന്നെയാണ്. വെനം വെച്ചിട്ട് തന്നെ ഇതിൻ്റെ ബ്രെയിനെ പാരലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് വലിച്ചയച്ചുകൊണ്ട് ഇതിൻ്റെ ബോറോസിലെ ചേമ്പേഴ്സിൽ കൊണ്ടുപോയി വിടും. അത് മെയിനായിട്ടും മുട്ടയിടാനും ലാർവൽ ഫീഡിങ്ങിനൊക്കെ ആയിട്ടാണ് ഈ ബ്രെയിനെ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു എസ്കേപ്പ് ആൻഡ് ഡിഫെൻസ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്പീഡ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ കാണും ഇതിൻ്റെ സ്ട്രൈക്കിംഗ് കളേഴ്സും ക്യാമഫ്ലേജിങ് കളേഴ്സും പിന്നെ വളരെ സ്പീഡിലായിട്ടുള്ള പോക്കും. അതുകൂടാതെ ഇതിൻ്റെ അകത്ത് വെനമുണ്ട്. ഇത് അത്യാവശ്യം അഗ്രസീവുമാണ്. പിന്നെ ഇതിനെ ലൊക്കേറ്റ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഭയങ്കര സ്വിഫ്റ്റ് മൂവ്മെൻറ്റ്സ് ആണ് ഇതിനുള്ളത്. സ്പൈഡർ വാസ്പ് പോലെ തന്നെ ഈ ഡിഗർ വാസ്പും പല കളേഴ്സിലുണ്ട്. അപ്പോൾ ഇത് വരുന്നത് ഇപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഓറഞ്ച് കളേഴ്സിൽ ഉള്ള വാസ്പും പിന്നെ നല്ല മെറ്റാലിക് ബ്ലൂ വിങ്സും ആണ് ഉള്ളത്. പിന്നെ അതിൻ്റെ സ്റ്റിങ് പാർട്ട് നല്ല ബ്ലാക്കാണ്. പിന്നെ കണ്ണ് നല്ല ബ്ലാക്കാണ്. നല്ലൊരു ഫിയേഴ്സ് ലുക്കാണ് ഇതിനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഫിയേഴ്സ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.